Welcome, my dear students, to the line by analysis of the poem The House of My Childhood by Dilip Chitre. I hope you have gone through the introductory session which discussed about the author Dilip Chitre. If not, please watch that too. In this session, in this video class, we are going to discuss The House of My Childhood in detail. So, shall we begin? Okay. The House of My Childhood, Dilip Chitre. The house of my childhood stood empty on a grey hill, all its furniture gone, except my grandmother's grindstone and the brass figurines of her gods. After the death of all birds' cries still fill the mind. After the city's erasure, a blur still peoples the air. In the colorless crack that comes before morning, in a place where nobody can sing, words distribute their silence among intricately clustered glyphs. My grandmother's voice shivers on a bare branch. I toddle round the empty house. Spring and summer are both gone, leaving an elderly infant to explore the rooms of age. That is the poem, The House of My Childhood. Now we are going to discuss the poem in detail. We have 3 stanzas in total in this poem. We will begin with the first stanza. The House of My Childhood എന്ന ദിലീപ് ചിത്രയുടെ കവിതയിൽ 3 സ്റ്റാൻസകളുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റാൻസ നമുക്ക് മനസ്സിലാക്കാം. The house of my childhood stood empty on a grey hill, all its furniture gone, except my grandmother's grindstone and the brass figurines of her gods. ദിലീപ് ചിത്രെ തൻ്റെ ബാല്യകാലം ചെലവഴിച്ച തറവാട്ട് വീടിനെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് ഈ ഒരു കവിതയിലൂടെ. അദ്ദേഹത്തിൻ്റെ ആ തറവാട്ട് വീടിലുണ്ടായിരുന്ന മുത്തശ്ശിയെക്കുറിച്ചും അവരുപയോഗിച്ച വസ്തുവകകളെക്കുറിച്ചും ഒക്കെ ഈ കവിതയിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഒരു നൊസ്റ്റാൾജിക് മൂഡിലാണ് അദ്ദേഹം ഈ കവിത പൂർണ്ണമായും എഴുതിയിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ ആ ചെറുപ്പകാലത്തെക്കുറിച്ച്, അവിടെ വെച്ച് നഷ്ടപ്പെട്ട ആ ബാല്യകാല സ്മരണകളെക്കുറിച്ചുമാണ് അദ്ദേഹം ഇവിടെ ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത്. താൻ തൻ്റെ ബാല്യകാലം ചെലവഴിച്ച ആ തറവാട്ട് വീട് ഇന്ന് തീർത്തും ശൂന്യമാണ്. The house of my childhood stood empty on a grey hill. ആ വീടുള്ളത് ഒരു ഗ്രേ നിറത്തിലുള്ള കുന്നിൻ മുകളിലാണ്. വളരെ നിറപ്പകിട്ടാർന്ന ഓർമ്മകളാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും ഇന്ന് ആ വീടുള്ളത് ഒരു ഗ്രേ നിറത്തിലുള്ള ഒരു കുന്നിൻ മുകളിലാണ്. അല്ലാതെ പച്ചപ്പ് നിറഞ്ഞ ഒരു പുൽമേടുകൾ നിറഞ്ഞ ഒരു കുന്നിൻ മുകളിലല്ല. ഇന്ന് കാലങ്ങളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം അവിടെ വീണ്ടും ചെല്ലുമ്പോൾ ആ കുന്നിൻ മുകൾ മുഴുവനും ഗ്രേ നിറത്തിലാണുള്ളത്. ആരാലും സംരക്ഷിക്കപ്പെടാതെ, ശ്രദ്ധിക്കപ്പെടാതെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുന്നിൻ മുകളിലാണ് ആ പഴയ തറവാട്ട് വീട് ഇന്ന് ആളൊഴിഞ്ഞ് കിടക്കുന്നത്. All its furniture gone. ആ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന മര ഉരുപ്പടികൾ അതെല്ലാം തന്നെയും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. Except my grandmother's grindstone. ചില കാര്യങ്ങൾ അവിടെ ഇപ്പോഴുമുണ്ട്. അതിലൊന്നാണ് തൻ്റെ മുത്തശ്ശി ഉപയോഗിച്ചിരുന്ന ഗ്രൈൻഡ് സ്റ്റോൺ. വാട്ട് യു മീൻ ബൈ ഗ്രൈൻഡ് സ്റ്റോൺ? അരകല്ല് അല്ലെങ്കിൽ ആട്ടുകല്ല് എന്നെല്ലാം നമ്മൾ പറയുന്ന ആ ഒരു ഒബ്ജക്റ്റാണ് ഗ്രൈൻഡ് സ്റ്റോൺ. ആൻഡ് ദ ബ്രാസ് ഫിഗറീൻസ് ഓഫ് ഹർ ഗോഡ്സ്. മുത്തശ്ശി ഉപയോഗിച്ചിരുന്ന ആ ആട്ടുകല്ല് അവിടെയുണ്ട്. അതുപോലെ ഒരു ദൈവഭക്തിയായിട്ടുള്ള
ആ മുത്തശ്ശി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന പിച്ചള കൊണ്ട് നിർമ്മിച്ച ദൈവരൂപങ്ങളും അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവിടെ കിടക്കുന്നുണ്ട്. That is all about the first stanza. അപ്പോൾ അദ്ദേഹം ആ ആളൊഴിഞ്ഞ് വസ്തുവകകളൊന്നും ബാക്കിയില്ലാത്ത നശിച്ചു കൊണ്ടിരിക്കുന്ന ആ തറവാട്ട് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തെ വരവേറ്റത് എന്തെല്ലാമാണ്? ഗ്രാൻഡ് മദേഴ്സ് ഗ്രൈൻഡ് സ്റ്റോൺ ആൻഡ് ബ്രാസ് ഫിഗറീൻസ് ഓഫ് ഹർ ഗോഡ്സ്. Now we are going to discuss the second stanza. After the death of all birds, bird cries still fill the mind. After the city's erasure, a blur still peoples the air. In the colorless cracks that comes before morning, in a place where nobody can sing, words distribute their silence among intricately clustered cliffs. After the death of all birds, പക്ഷികളുടെ എല്ലാം മരണത്തിനും ശേഷം എന്നാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷികൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളാവാം, അല്ലെങ്കിൽ ലിറ്ററൽ മീനിങ്ങിലുള്ള പക്ഷികളുമാവാം. അവയെല്ലാം മരിച്ചു പോയിരിക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ബന്ധുമിത്രാദികൾ ആരും തന്നെ അവശേഷിക്കുന്നില്ല ആ തറവാട്ട് വീട്ടിൽ. അവരെല്ലാം പോയിരിക്കുന്നു. ബേർഡ് ക്രൈസ് സ്റ്റിൽ ഫിൽ ദ മൈൻഡ്. പക്ഷേ അവരുടെ ഓർമ്മകൾ, ആ പക്ഷിയുടെ കലകലാരവം, അത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ചെവിയിൽ കേൾക്കുന്നുണ്ട്. അത് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകളുടെ ഒരു ചെറിയ വിഷൻ നമുക്ക് തരികയാണ്. കൂട്ടുകാരും അല്ലെങ്കിൽ ബന്ധുക്കളും എല്ലാമുള്ള ആ ഒരു കൂടിച്ചേരലുകൾ, അതിനെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കാം അദ്ദേഹം ഇവിടെ ബേർഡ് ക്രൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുക. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ചൈൽഡ്ഹുഡ് മെമ്മറീസ്, ആ കുന്നിൻ മുകളിലുള്ള പക്ഷികളെ തന്നെയായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇന്ന് താൻ ആ ചെറുപ്പകാലത്ത് കണ്ടതും കേട്ടതുമായിട്ടുള്ള ആ പക്ഷികളെയും ആ പക്ഷികളുടെ പാട്ടും എല്ലാം തന്നെ പോയി മറിഞ്ഞിരിക്കുന്നു. പക്ഷേ പക്ഷികളെ പോയിട്ടുള്ളൂ, അവയുടെ ശബ്ദം അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ട്. After the city's erasure. What do you mean by erasure? Erasure is an adjective form of the word erase. Maybe he is now living in a city. അദ്ദേഹം ഇപ്പോൾ ഒരു സിറ്റിയിലായിരിക്കാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സിറ്റി ജീവിതം അദ്ദേഹത്തിൻ്റെ പഴയകാല ഓർമ്മകളെല്ലാം തേച്ചു മാച്ച് കളഞ്ഞിരിക്കാം. സിറ്റിയിലെ ബിസി ആയിട്ടുള്ള ജീവിതം, തിരക്ക് പിടിച്ച് എന്തിനോ വേണ്ടി ഓടുന്ന ആ ബിസി ആയിട്ടുള്ള സിറ്റി ലൈഫ് അദ്ദേഹത്തിൻ്റെ പഴയ ചൈൽഡ്ഹുഡ് മെമ്മറീസിനെല്ലാം തേച്ചു മാച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ വളരെ നേർത്ത വിഷ്വൽസും നേർത്ത ശബ്ദങ്ങൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. After the city's erasure, a blur still peoples the air. So he's saying, what do you mean by blur? Blur means an unclear vision, അല്ലേ? വളരെ മങ്ങിയ ഒരു ചിത്രം മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിൽ ഇപ്പോൾ ഉള്ളത്. ആ a blur still people the air. ആളുകളെല്ലാം അദ്ദേഹത്തിന് വളരെ മങ്ങിയ ഒരു കാഴ്ച മാത്രമേ അദ്ദേഹത്തിന് അവിടെ കാണാൻ കഴിയുന്നുള്ളൂ. ആ ഓർമ്മകളെല്ലാം പതിയെ മായ്ച്ചുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ബിസി ആയിട്ടുള്ള സിറ്റി ലൈഫ്. In the colorless cracks that comes before morning. It is a beautiful term, colorless cracks. അദ്ദേഹം ദിലീപ് ചിത്രേ എപ്പോഴും കവിതകൾ എഴുതുന്ന സമയത്ത് വിഷ്വൽ ഇമേജുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു, അല്ലേ? നമുക്ക് നോക്കാം ഈ ഒരു ടേം കളർലെസ് ക്രാക്ക്. കളർലെസ് എന്ന വാക്കിനർത്ഥം എന്താണ്? നിറങ്ങൾ ഏതും ഇല്ലാത്തത്. ക്രാക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കാം? ആ ഒരു
പൊട്ടുന്ന ആ ഒരു ശബ്ദം അല്ലേ, ക്രാക്ക്. ഒരു മെലോഡിയസ് ട്യൂണല്ല, പക്ഷേ ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു പൊട്ടൽ. ഇവിടെ നമുക്ക് ഒരേ സമയം വിഷ്വൽ ഇമേജും ഓഡിറ്ററി ഇമേജും ലഭിക്കുന്നുണ്ട്. വിഷ്വൽ ഇമേജ് എവിടെയാണ് ലഭിക്കുന്നത്? കളർലെസ് എന്ന് പറയുമ്പോൾ, നമുക്ക് നിറങ്ങൾ ഏതുമില്ലാത്തത് എന്ന് പറയുമ്പോൾ ഒരു വിഷ്വൽ ആയിട്ടുള്ള ഇമേജ് നമുക്ക് ലഭിക്കുന്നു. ക്രാക്ക് അവിടെ ഒരു ഓഡിറ്ററി ഇമേജാണ്, ശബ്ദമാണ് അവിടെ നമ്മളെ ആകർഷിക്കുന്നത്. സോ ദ കളർലെസ് ക്രാക്ക് എന്ന ഈ ഒരു പദത്തിന് അത്തരത്തിൽ ഒരു മീനിങ് ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മെമ്മറിയുമായി ബന്ധപ്പെടുത്തിയിട്ടും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മറ്റൊരു പ്രാധാന്യം ഈ ഒരു രണ്ട് വാക്കുകൾക്കുള്ളത്, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ അലിട്രേഷൻ. സി അവിടെ കോൺസണൻറ്റ് സൗണ്ട്സ് നമുക്ക് കാണാൻ കഴിയും. കളർലെസ് ക്രാക്ക്, അവിടെ അടുത്തടുത്ത് രണ്ട് കോൺസണൻറ്റ് സൗണ്ട്സ്, ആദ്യത്തെ രണ്ട് സിലബിൾസും ഒരു കോൺസണൻറ്റ് സൗണ്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ അലിട്രേഷൻ. സോ ഇൻ ദ കളർലെസ് ക്രാക്ക് ദാറ്റ് കംസ് ബിഫോർ മോർണിംഗ്, നിറങ്ങൾ ഏതുമില്ലാത്ത ഒരു പ്രഭാതമാണ്, ഒരു പൊട്ടലോട് കൂടിയുള്ള ഒരു പ്രഭാതമാണ് അദ്ദേഹത്തിന് മുന്നിൽ ഉയർന്നു വരുന്നത്. ഇൻ എ പ്ലേസ് വേർ നോബഡി ക്യാൻ സിങ്, എന്തുകൊണ്ടാണ് ആ കളർലെസ് ക്രാക്കോട് കൂടി ആ മോർണിംഗ് തുടങ്ങുന്നത്? ബിഫോർ ദ മോർണിംഗ്, ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് ഇറ്റ് ഈസ് ദ മോർണിംഗ് സൺ ഈസ് കമ്മിങ് ടു എ പ്ലേസ് വേർ നോബഡി ക്യാൻ സിങ്. നേരത്തെ പറഞ്ഞിരുന്നു, ആ പക്ഷികളെല്ലാം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രഭാതത്തിൻ്റെ വരവിനെ ആഘോഷിക്കേണ്ടതായിട്ടുള്ള പക്ഷികൾ ആരും തന്നെ ഇന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻ എ പ്ലേസ് വേർ നോബഡി ക്യാൻ സിങ്, ഈവൻ ദ പേഴ്സൺ, ദ നറേറ്റർ ഇറ്റ് സെൽഫ് കാൺട്ട് സിങ് എ സോങ്, ആരാലും ഒരു പാട്ട് പോലും പാടാൻ കഴിയാത്ത ഒരു പ്രദേശത്തേക്കാണ് ആ മോർണിംഗ് സംഭവിക്കുന്നത്. Words distribute their silence. What do you mean by that? നിശബ്ദമായി അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു വാക്കുകൾ. അവിടെ വാക്കുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്, അവിടെ ശബ്ദമുണ്ട്, പക്ഷെ അതെല്ലാം ഇന്ന് നിശബ്ദമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശബ്ദം ഏതുമില്ലാതെ വാക്കുകൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നു. Among intricately clustered glyphs. What do you mean by that? Intricately clustered glyph. What do you mean by glyph? Glyph എന്ന് പറയുന്നത് കൊത്തുപണികളോ അല്ലെങ്കിൽ എന്തിലെങ്കിലും ഉള്ള എഴുത്ത് ലിഖിതങ്ങളെയാണ് ഗ്ലിഫ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലത്തെല്ലാം എഴുതുന്നത് പേപ്പറുകളിലൊന്നുമല്ല, ഇത്തരത്തിൽ കല്ലുകളിലോ അല്ലെങ്കിൽ ലോഹ പലകകളിലോ കൊത്തിവെക്കുന്ന എഴുത്തിൻ്റെ ശൈലിയാണുള്ളത്. ആൻഡ് ഹിയർ സേസ് ഇൻട്രിക്കേറ്റ്ലി ക്ലസ്റ്റേർഡ് ഗ്ലിഫ്. ഇൻട്രിക്കേറ്റ്ലി മീൻസ് വളരെ സങ്കീർണമായ എന്ന അർത്ഥത്തിലാണ് ഇൻട്രിക്കേറ്റ്ലി എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലസ്റ്റേർഡ് മീൻസ് വാട്ട്? കൂട്ടിവെച്ച അല്ലെങ്കിൽ ചേർത്ത്, അടുപ്പിച്ചടുപ്പിച്ച് വളരെ അടുത്തടുത്തായി ചേർത്ത് വെച്ച എന്നതാണ് ക്ലസ്റ്റേർഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. സോ വളരെ സങ്കീർണമായിട്ടുള്ള, അദ്ദേഹത്തിന് വായിച്ചെടുക്കാൻ കഴിയാത്ത വളരെ സങ്കീർണമായിട്ടുള്ള ലിഖിതങ്ങളുണ്ട്. അതെങ്ങനെയാണ് അവിടെ സങ്കീർണമായി അദ്ദേഹത്തിന് വായിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ലിഖിതമായി മാറിയത്? ബിക്കോസ് ഇറ്റ് ഈസ് ക്ലസ്റ്റേർഡ്, അത് കൂടിച്ചേർത്ത് ആണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റാൻസ. ഫസ്റ്റ് സ്റ്റാൻസയിലും നമുക്ക് ഒരു അലിട്രേഷൻ കാണാൻ കഴിയും. എന്താണ് അലിട്രേഷൻ? അവിടെ ഗ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്ന വേർഡ്സ് ഉണ്ട്. ഏതാണ്? ദ ഫോർത്ത് ലൈൻ, എക്സെപ്റ്റ് മൈ ഗ്രാൻഡ് മദേഴ്സ് grindstone. That is also an example for alliteration. Now we are moving on to the third stanza. My grandmother's voice shivers on a bare branch. I toddle round the empty house. Spring and summer are both gone, leaving an elderly infant to explore the rooms of age. My grandmother's voice shivers on a bare branch. എൻ്റെ മുത്തശ്ശിയുടെ ശബ്ദം, അത് വിറയാർന്ന ആ ശബ്ദം, it is on a bare branch.
bare means ഒന്നും തന്നെ ഇല്ലാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, ഫലങ്ങളൊന്നും ഇല്ലാത്ത, ഇലകളൊന്നുമില്ലാത്ത ഒരു ബെയർ ബ്രാഞ്ച്, ഒരു മരച്ചില്ല അല്ലേ, ബെയർ ബ്രാഞ്ച്. ഇറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ alliteration. Bare branch. My grandmother's voice shivers on a bare branch. I toddle around the empty house. അദ്ദേഹം ആ എംറ്റീഡ് ആയിട്ടുള്ള ഹൗസിനു ചുറ്റും എങ്ങനെയാണ് അദ്ദേഹം നടന്നത് എന്നതിനെക്കുറിച്ചാണ്, ചുറ്റി നടന്നത് എങ്ങനെയാണ് കണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വരിയിൽ പറയുന്നത്. ഐ ടോഡൽ. What do you mean by toddle? Toddle means move with the short unsteady steps like a young child. ഒരു ചെറിയ കുട്ടി വേച്ച് നടക്കുന്നത് പോലെ. അദ്ദേഹത്തിന് വേഗത്തിലൊന്നും അതിലൂടെ നടക്കാൻ കഴിയില്ല. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് വേഗത്തിലൊന്നും നടക്കാതെ അദ്ദേഹം ടോഡിൽ ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ വേച്ച് നടക്കാൻ കാരണം? ബിക്കോസ് ഇൻസൈഡ് ഹിം ദർ ഈസ് എ ചൈൽഡ്. അദ്ദേഹം ആ മുത്തശ്ശിയുടെ ആ തറവാട്ട് വീടിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം ഇന്ന് മുതിർന്ന വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ കൊച്ചു കുട്ടിയാണ് ആ വീട്ടിലൂടെ ഓടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടി അന്ന് നടന്നത് വേച്ച് കൊണ്ടാണ്. അതുപോലെ ഇന്ന് അദ്ദേഹം ആ വീടിന് ചുറ്റും നടക്കുമ്പോൾ അദ്ദേഹവും വേച്ച് നടക്കുകയാണ്. സ്പ്രിംഗ് ആൻഡ് സമ്മർ ആർ ബോത്ത് ഗോൺ. വസന്തവും അതുപോലെ തന്നെ വേനൽക്കാലവും കടന്നുപോയി. ഇറ്റ് ഷോസ് the seasons are coming and going. പല കാലങ്ങൾ കടന്നുപോയിരിക്കുന്നു. Leaving an elderly infant to explore the rooms of age. ആ കാലങ്ങൾ കടന്നു പോയപ്പോൾ അവിടെ ബാക്കിയായത് ഈ മുതിർന്ന കൊച്ചു കുട്ടി മാത്രം. Elderly infant. It is an example for oxymoron. ഓക്സിമറോൺ ഒരു പോയറ്റിക് ഡിവൈസാണ്. കവികൾ ഒരു വൈരുദ്ധ്യമാർന്ന രണ്ട് കാര്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് പറയാൻ ഉപയോഗിക്കുന്ന പോയറ്റിക് ഡിവൈസാണ് ഓക്സിമറോൺ. രണ്ട് വൈരുദ്ധ്യമുള്ള വാക്കുകളായിരിക്കും ഉപയോഗിക്കുക. ഇവിടെ നോക്കൂ, എൽഡർലി ഇൻഫൻറ്റ്. എൽഡർലി മീൻസ് മുതിർന്ന, പക്വതയുള്ള വ്യക്തി എന്നതാണ് എൽഡർലി എന്ന് പറയുന്നത്. ഇൻഫൻറ്റോ? ഇൻഫൻറ്റ് മീൻസ് ചെറിയ കൊച്ചുകുട്ടി എന്നുള്ള അർത്ഥത്തിൽ. അദ്ദേഹത്തിൻ്റെ ആ അവസ്ഥയും അതുപോലെയുള്ളതായതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ഓക്സിമറോൺ തൻ്റെ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രായം കൊണ്ട് അദ്ദേഹം പക്വതയുള്ള ഒരു മുതിർന്ന വ്യക്തിയായിരിക്കാം, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയാണ്. ദാറ്റ് ഈസ് വൈ ഹി സേസ് കാലങ്ങൾ പലതും കടന്നു പോയെങ്കിലും ഇവിടെ ബാക്കിയായത് ആരാണ്? ദാറ്റ് എൽഡർലി ഇൻഫൻറ്റ്. എന്തിനു വേണ്ടിയാണ് അവൻ ബാക്കിയായി മാറിയത്? ടു എക്സ്പ്ലോർ ദ റൂംസ് ഓഫ് ഏജ്. അദ്ദേഹത്തിൻ്റെ ഇനി വരാൻ പോകുന്നതായിട്ടുള്ള ആ കാലങ്ങൾ വയസ്സ് കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഓരോ മുറികളും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ വയസ്സിനെ ഓരോ മുറികളായിട്ടാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. ടു എക്സ്പ്ലോർ ദ റൂംസ് ഓഫ് ഏജ്. ഓരോ മുറികൾ കടന്ന് അദ്ദേഹം മുതിർന്ന വ്യക്തിയായി കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. To explore the rooms of age. That is the poem The House of My Childhood, written by Dilip, Chitre. I hope it is clear. Now we are going to discuss the poetic devices used in the poem. This is then a picture of a grindstone. ഉത്തരേന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള ഗ്രൈൻഡ് സ്റ്റോൺ ആണിത്. അദ്ദേഹം ഒരു മറാത്തി ആയിട്ടുള്ള എഴുത്തുകാരനാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഉപയോഗിക്കുന്ന ഒരു ഗ്രൈൻഡ് സ്റ്റോൺ ആണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഓക്കെ, ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ പോം. നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് പോയറ്റിക് ഡിവൈസുകളാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയുക. ഫസ്റ്റ് വൺ ഇസ് അലിട്രേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഓക്സിമറോൺ. അലിട്രേഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ കോൺസ്പിഷ്യസ് repetition of identical initial consonant sound in successive or closely associated syllables within a group of words, even those spelled differently.
As a method of linking words for effect, alliteration is also called head rhyme or initial rhyme. അലിട്രേഷനെ ഹെഡ് റൈം എന്നും ഇനീഷ്യൽ റൈം എന്നും വിളിക്കാറുണ്ട്. എന്താണ് അലിട്രേഷൻ? അലിട്രേഷൻ എന്ന് പറയുന്നത് രണ്ട് വാക്കുകൾ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ഉണ്ടാവുക. അതിൻ്റെ പ്രാധാന്യം എന്തായിരിക്കും? ഇറ്റ് ഈസ് മോസ്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ദ സക്സസീവ് സിലബിൾസ്. അതിൻ്റെ ആ വാക്കുകൾ, രണ്ട് വാക്കുകൾ ഉണ്ടാവും, അതിൻ്റെ വാക്കുകളിലെ ആദ്യത്തെ സിലബിളുകൾ സിമിലർ ആയിരിക്കും. ആ സിലബിളുകൾ എന്തായിരിക്കും? ഒരു കോൺസണൻറ്റ് സൗണ്ടുമായിരിക്കും. അതിൻ്റെ ഇനീഷ്യൽ സിലബിൾ എപ്പോഴും ഒരു കോൺസണൻറ്റ് സൗണ്ടായിരിക്കും. സോ we have examples from the poem itself. Colorless cracks, k sound alle. Bare branch, b sound is repeated. Colorless crack and bare branch. There is one more alliteration in that poem. Find out on yourself. The next poetical device used in the poem is oxymoron. What do you mean by oxymoron? It is a rhetorical device that uses an ostensible self-contradiction to illustrate a rhetorical point or reveal a paradox, a more general meaning of the contradiction in terms. Oxymoron ഒരു poetical device ആണ്. കവിതകളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു പോയറ്റിക്കൽ ഡിവൈസാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ദ കോൺട്രഡിക്ഷൻ ഇൻ ടേംസ്. വാക്കുകളിലെ വൈരുദ്ധ്യങ്ങൾ കാണിക്കാൻ, അതിലെ പാരഡോക്സ് കാണിക്കാൻ വേണ്ടിയാണ് കവിതകളിൽ ഓക്സിമറൺ ഉപയോഗിക്കുന്നത്. ആ രണ്ട് വാക്കുകളും എപ്പോഴും പരസ്പരം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ വാക്കുകൾ അർത്ഥമാക്കുന്നത്. പക്ഷേ അത് രണ്ടും ഒരുമിച്ച് ചേർത്ത് കവിതകളിൽ ഉപയോഗിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണെന്ത്? ഓക്സിമറൺ. ഇൻ ദിസ് പോയം ഓൾസോ വി ഹാവ് സച്ച് എക്സാമ്പിൾ, ദാറ്റ് ഈസ് എൽഡർലി ഇൻഫൻറ്റ്. എൽഡർലി മീൻസ് മുതിർന്ന, പ്രായമേറിയ ഒരു വ്യക്തിയാണ് നമ്മൾ എൽഡർ എന്ന് പറയുന്നത്, അല്ലേ? ആൻഡ് ഇൻഫൻറ്റ് ഈസ് എ ചൈൽഡ്, സ്മോൾ ചൈൽഡ്. സോ രണ്ട് വൈരുദ്ധ്യമുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്കുകൾ, അർത്ഥങ്ങൾ വരുന്ന രണ്ട് വാക്കുകളായിരിക്കും. അവയെ ഒരുമിച്ച് ചേർത്ത് അവതരിപ്പിക്കുന്നതിനെയാണ് ഓക്സിമറോൺ എന്ന് പറയുന്നത്. ടു റിവീൽ എ പാരഡോക്സ്. These two are the major poetic device used in the poem. So that is all. Thank you for listening. I hope the concepts are clear. Thank you.